നമസ്കാരം. പാർട്ടി വേണോ പാർട്ടി കോൺഗ്രസ് വേണോ എന്നായിരുന്നു കെ.വി. തോമസിന് മുന്നിലുണ്ടായിരുന്ന ചോദ്യം. പാർട്ടി കോൺഗ്രസ് എന്നതാണ് കെ.വി. തോമസിന്റെ ഉത്തരം. സെമിനാറിൽ അരമണിക്കൂർ സംസാരിക്കാൻ അരനൂറ്റാണ്ട് കടന്ന സ്വന്തം രാഷ്ട്രീയത്തെ തോമസ് തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവഗണനയുടെ കയ്പ് നീര് കുടിക്കുന്നുവെന്ന് പരിതപിക്കുന്നുണ്ട് തോമസ്. MP, MLA, സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ, ഇതൊക്കെ 1984 മുതൽ 2019 വരെ തോമസ് വഹിച്ച സ്ഥാനങ്ങളാണ്. ബൂത്ത് പ്രസിഡന്റിൽ തുടങ്ങി DCC പ്രസിഡന്റും KPCC ട്രഷററും വർക്കിംഗ് പ്രസിഡന്റും വരെയായി സംഘടനാ രംഗത്ത്. ഇതിൽ കൂടുതൽ എന്തായിരുന്നു കോൺഗ്രസ് പാർട്ടി തോമസിന് കൊടുക്കേണ്ടിയിരുന്നത്? അധികാര രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കുന്നത് കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പിടപ്പിക്കുന്ന കഠിനാനുഭവമാണോ? തോമസ് CPM സെമിനാറിന് പോകുന്നത് മതേതരത്വവും ഫെഡറലിസവും സംരക്ഷിക്കാനുള്ള ത്വര കൊണ്ടോ അതോ മോഹാവേശിതനായിട്ടോ? തോമസിനെ നയിക്കുന്നത് മോഹമോ മോഹഭംഗമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, എൻ്റെ മനസാക്ഷി പറഞ്ഞിട്ടാണ് ഞാൻ CPMന്റെ സെമിനാറിൽ സംബന്ധിക്കുന്നതെന്നാണ് കെ.വി. തോമസ് പറയുന്നത്. എൻ്റെ മനസാക്ഷി ഈ രാജ്യത്ത് വർഗീയത വളരരുത് എന്നുള്ളതാണ്. നെഹ്റുവിൻ്റെയും KM മുൻഷിയുടെയും ഒക്കെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കതിൽ പോയേ പറ്റൂ. ഇതാണ് തോമസ് മാഷ് വിശദീകരിക്കുന്നത്. ഇതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം കണ്ണൂരിന് പോകുന്നത്? അല്ല, മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ നിലനിൽക്കേണ്ടതാണ്. ആർക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കണ്ണൂർ പോയി CPMൻ്റെ 23ാം കോൺഗ്രസ്സിൽ പ്രസംഗിച്ചേ മതിയാവൂ എന്ന് ശഠിക്കുന്നവിടത്താണ് നമുക്ക് സംശയം വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ശശി തരൂരിൻ്റെ കാര്യം നോക്കുക. അദ്ദേഹം ദേശാന്തരീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രഭാഷകനും വലിയ ബുദ്ധിജീവിയുമാണ്. അദ്ദേഹത്തെ CPM പാർട്ടി കോൺഗ്രസ്സിന് ക്ഷണിക്കുന്നു. അതിനൊരു ന്യായമുണ്ട്. കാരണം ശശി തരൂരാണ്, വെറും ഒരു സാധാരണ കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാർട്ടി വിലക്കുന്നു. അദ്ദേഹം പോകണ്ട എന്ന് തീരുമാനിക്കും. അത് ന്യായമാണ്. തോമസ് മാഷിനെ ക്ഷണിക്കുന്നു. അദ്ദേഹവും പോകാൻ താല്പര്യപ്പെടുന്നു. പാർട്ടിയുടെ ലോ കമാൻഡും പറയുന്നു, ഹൈക്കമാൻഡും പറയുന്നു തോമസ് മാഷ് പോകരുത്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. തോമസ് മാഷിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് പാർട്ടിയുടെ കെട്ടുറപ്പാണ്, പാർട്ടിയുടെ ചട്ടക്കൂടാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ, അതും കണ്ണൂർ വെച്ച് നടക്കുന്ന ഒരു കോൺഗ്രസ്സിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ കെ.വി. തോമസ് പോയി പ്രസംഗിക്കുന്നത് പാർട്ടി അച്ചടക്കത്തിന് നിരക്കുന്നതല്ല. കണ്ണൂർ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ CPMകാരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷുഹൈബിൻ്റെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയിൽ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും പ്രേതങ്ങൾ ഇപ്പോഴും ഗതി കിട്ടാതെ അലയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തോമസ് മാഷ് പോകണ്ട എന്ന് കണ്ണൂർക്കാരൻ തന്നെയായിട്ടുള്ള KPCC പ്രസിഡന്റ് പറയുന്നു. അത് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെ ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവിക്ക് പോലും അതിൻ്റെ ലോജിക്ക് അല്പം ബുദ്ധിമുട്ടിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ പ്രൊഫസർ കെ.വി. തോമസിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഓതിരം ഘടകങ്ങൾ വെട്ടിത്തെളിഞ്ഞ ഒരു നേതാവിന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലെ ചേതോവികാരം മറ്റു പലതുമാണ്. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ആക്രാന്ത രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ വക്താവും പ്രയോക്താവും ആണ്. ആക്രാന്ത രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപമാണ് തോമസ് മാഷ് എന്ന് പറഞ്ഞാൽ ആരും കലഹിക്കും. തോമസ് മാഷ് പോലും എനിക്കെതിരെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എങ്ങനെയാണ് ഈ പാർട്ടിയിൽ വന്നത്, എങ്ങനെയാണ് അദ്ദേഹം എറണാകുളത്ത് ആദ്യ സ്ഥാനാർത്ഥിയായത്? ഞാൻ ഈ നാട്ടുകാരനാണ്. 1984 എൻ്റെ നാടായ ആലുവയിലെ ബഹുഭൂരിപക്ഷം ചുമരുകളിലും ബാരിസ്റ്റർ സേവ്യർ അറക്കലിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി കഴിഞ്ഞു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കുമ്മായം മേടിച്ച് എഴുതിയതാണ്. കാരണം ബാരിസ്റ്റർ സേവ്യർ അറക്കലാണ് സിറ്റിംഗ് MP. അദ്ദേഹത്തിന് തൻ്റെ സീറ്റ് കിട്ടും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു, അദ്ദേഹത്തിനും ഉറപ്പായിരുന്നു. പക്ഷേ പ്രൊഫസർ കെ.വി. തോമസ് അന്ന് തേവര SH കോളേജിലെ ഒരു കെമിസ്ട്രി അധ്യാപകൻ മാത്രമാണ്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവല്ല. ഈ എറണാകുളത്തുകാരനായ ആലുവക്കാരനായ ഞാൻ പോലും തോമസ് മാഷിൻ്റെ പേര് ആദ്യം കേൾക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷമാണ്. അങ്ങനെ അറക്കൽ സേവറിനെ വെട്ടിക്കൊണ്ടാണ് തോമസ് മാഷ് വരുന്നത്. കരുണാകരൻ മറ്റ് പലതരത്തിൽ ഇദ്ദേഹം സ്വാധീനിച്ചു. കൊച്ചി കായലിലെ ചില സ്വാദുള്ള ഇനം മീനുകളുടെ പേരൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി അന്തോട്ട് കേട്ടു. അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹം 84 ജയിക്കുന്നു, ഇന്ദിരാഗാന്ധി മരിച്ച ആ സഹതാപ തരംഗത്തിൽ. അത് കഴിഞ്ഞ് 89 വീണ്ടും മത്സരിച്ച് ജയിക്കുന്നു, 91 വീണ്ടും ജയിക്കുന്നു. അതിനുശേഷം കുപ്രസിദ്ധമായ ഫ്രഞ്ച് ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കുന്നു. 96 അദ്ദേഹം തോൽക്കുന്നു. പിന്നീട്
ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പല ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് ലിനോ ജേക്കബിനെതിരെ ഇദ്ദേഹം വലിയ ആഭിചാര പ്രയോഗങ്ങൾ നടത്തുന്നു. സംശയമുള്ളവർ ഞാൻ പറഞ്ഞ കണക്കാക്കണ്ട. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ആത്മകഥ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അഭിലാഷ് വായിക്കുമെന്ന് എനിക്കറിയില്ല, അത് വായിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ രേഖയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ആത്മകഥ. അതിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് സെബാസ്റ്റ്യൻ പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തെ തോമസ് മാഷ് ജയിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. കരുണാകരൻ്റെ കരുണാകടാക്ഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സീറ്റ് കരുണാകരൻ ബലം പിടിച്ച് മേടിച്ചു കൊടുക്കും. അദ്ദേഹം ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണം നടക്കുന്ന സമയത്ത് അതിൽ വലിയ തമാശയല്ലേ, അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് കരുണാകരൻ വാശി പിടിക്കുന്നു. കരുണാകരൻ്റെ വാശി അപ്പോൾ വലിയൊരു അപകടമുണ്ട്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കാൻ താല്പര്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ കൂടി മന്ത്രിയാക്കിയാൽ അപ്പോൾ തന്നെ 5 ക്രിസ്ത്യാനികളാവും. ഈ UDF നമുക്കറിയാമല്ലോ, ഈ സാമുദായിക സന്തുലനം വളരെ പ്രധാനമാണ്. നിലവിൽ 4 ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്, ആൻ്റണി അടക്കം. ഒരാൾക്കേ പിന്നെ ബർത്തുള്ളൂ. ആ സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നത് ആൻ്റണി ആഗ്രഹിക്കുന്നു. ആ ഉമ്മൻചാണ്ടിയെ വെട്ടാൻ വേണ്ടി കരുണാകരൻ KV തോമസിൻ്റെ പേര് പറഞ്ഞു. KV തോമസിനെ മന്ത്രിയാക്കുന്നത് ലത്തീൻ കത്തോലിക്ക പ്രാതിനിധ്യം എന്നൊരു വലിയ ഉമ്മാക്കി അവിടെ കാണിക്കും. ഇപ്പോൾ വർഗീയതയ്ക്കെതിരെ പോരാടാൻ പോയിട്ടുള്ള തോമസ് മാഷ് അന്ന് ലത്തീൻ കത്തോലിക്കനാണ്, അതുകൊണ്ട് എന്നെ മന്ത്രിയാക്കണമെന്ന് വാശി പിടിച്ച ആളാണ്. ആ കെയർ ഓഫിൽ മാത്രം മന്ത്രിയായ ആളാണ്. സുറിയാനി കത്തോലിക്കനായ പോരാ, ലത്തീൻ കത്തോലിക്കൻ തന്നെ വേണം എന്ന് വാശി പിടിക്കും. അങ്ങനെ മന്ത്രിയായിരുന്നു. മന്ത്രിയായതിൻ്റെ 4-ാം ദിവസം അദ്ദേഹം കരുണാകരനെ തള്ളിപ്പറഞ്ഞ ആൻ്റണിയുടെ വിശ്വസനാവും. ഇതാണ് തോമസ് മാഷ്. പിന്നെ ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തിനെ വെട്ടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം സോണിയാഗാന്ധിയെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നു, സോണിയ പ്രിയങ്കരി എന്ന് പറയും. അദ്ദേഹം എഴുതുന്നില്ല, ആളെ കൂലിക്ക് വെച്ച് എഴുതാമെന്നാണ് പറഞ്ഞത്. എന്തുവാട്ടെ, പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. അത് നമ്പർ 10 ജനപഥത്തിൽ കൊണ്ടുപോയിട്ട് പ്രകാശിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് പരിപാടി പൊളിയുന്നു. അദ്ദേഹം എറണാകുളത്ത് മത്സരിച്ച് വീണ്ടും ജയിക്കുന്നു. MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് പോകാൻ തോന്നുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ മത്സരിക്കുന്നു. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ജയിക്കുന്നത്. സിന്ധു ജോയിക്കെതിരായിട്ട് ഏതാണ്ട് 12,000 വോട്ടിനോ 14,000 വോട്ടിനാണ് ജയിക്കുന്നത്. ജയിച്ച് ഡൽഹിയിൽ ചെല്ലുമ്പോൾ അവിടെ PC ചാക്കോയുണ്ട്, PJ കുര്യനുണ്ട്, മറ്റ് പലരും ഉണ്ട്. അദ്ദേഹം അവരെയൊക്കെ വെട്ടിക്കൊണ്ട് കേന്ദ്രമന്ത്രിയാവുന്നു, കേന്ദ്ര സഹമന്ത്രിയാവുന്നു. അധികം വൈകാതെ അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതല ലഭിക്കുന്നു. ഇവിടെ മുല്ലപ്പള്ളിക്ക് സ്വതന്ത്ര ചുമതല കിട്ടിയില്ല, അഹമ്മദിന് സ്വതന്ത്ര ചുമതല കിട്ടിയില്ല, കൊടിക്കുന്നിൽ സുരേഷ് ആ സമയത്ത് മന്ത്രി പോലുമായിട്ടില്ല, പിന്നെ മന്ത്രിയാവുന്നു. ശശി തരൂരിന് സ്വതന്ത്ര ചുമതല കിട്ടിയില്ല. ഇവർക്ക് ആർക്കും കിട്ടാത്ത സ്വതന്ത്ര ചുമതല തോമസ് മാഷിന് കിട്ടുന്നു. അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2014 അദ്ദേഹം വീണ്ടും ജയിച്ചതിന് ശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാവുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ആവുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തു? അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതുവരെ കിട്ടാത്ത ഒരു സ്ഥാനവുമില്ല. കാലാകാലങ്ങളിൽ എല്ലാ സ്ഥാനങ്ങളും തളികയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തളികയിൽ വെച്ച് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം സന്തോഷത്തോടെ വാങ്ങിച്ചു, സന്തോഷത്തോടെ അനുഭവിച്ചു. അദ്ദേഹത്തെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എറണാകുളത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. എറണാകുളത്തിൽ ഏത് കോൺഗ്രസ്സുകാരോട് ചോദിക്കും. തോമസ് മാഷ് ഒരാളെ മാത്രമേ സ്നേഹിച്ചുള്ളൂ, അത് തോമസ് മാഷിനെ മാത്രമാണ്. അതുപോലെ തന്നെ വേറൊരു രഹസ്യം കൂടിയുണ്ട്. തോമസ് മാഷിനെ സ്നേഹിച്ചിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് തോമസ് മാഷ് മാത്രമാണ്. ഇതാണ് പ്രശ്നം. ഉമ്മൻചാണ്ടിയെ പോലെയോ അല്ലെങ്കിൽ കരുണാകരനെ പോലെയോ മറ്റേതെങ്കിലും ഒരു നേതാവിനെ പോലെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ആളെയല്ല തോമസ് മാസ്റ്റർ. അദ്ദേഹം ഏത് കാലത്തും ഈ സാധാരണ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിച്ച് തഴച്ച് വളർന്ന ഒരു പ്രതിഭാസമാണ്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ ഈ ചുരുക്കി പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. അദ്ദേഹത്തിന് ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊന്നും കിട്ടുകയില്ല എന്ന് മനസ്സിലായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം നിയമസഭയിലേക്ക് ഒരു സീറ്റിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് സീറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു, കൊച്ചി സീറ്റ്. അതും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്നാൽ രാജ്യസഭ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോണിയാഗാന്ധി കാണാൻ പോയത് ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ സീറ്റ് ജബി മേത്തർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം തീർത്ത് നിരാശയാണ്. ഇനി ഒന്നും കിട്ടാനില്ലെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയെ സേവിച്ച് നന്നായി കളയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്ന് ശക്തിപ്പെടുത്താം എന്ന് കരുതി. അപ്പോൾ അപ്പോൾ ഇത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഫെഡറലിസത്തെക്കുറിച്ച് ചിന്തയായി, ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തയായി, BJP ഈ നാട്ടിൽ വളർന്നു വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യമായി. ഇതാണ് സംഗതി. ആക്രാന്ത രാഷ്ട്രീയം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തോമസ് മാഷിന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളൂ. ശരി, കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് ഒരു ആത്മകഥ അദ്ദേഹം എഴുതാനിരിക്കുകയാണ്. അതിനു മുമ്പ് എന്തായാലും അദ്ദേഹത്തിന്റെ ജീവചരിത്രം ചുരുക്കി ശ്രീ ജയശങ്കർ ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു. ശ്രീ റെജി ലൂക്കോസ് ഇങ്ങനെ ഇവിടെ ആരോപിച്ചതുപോലെ ആക്രാന്ത രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവിനെ വഹിക്കേണ്ട എന്ത് കാര്യം ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ട്? സെമിനാർ നടത്താനിപ്പോൾ കോൺഗ്രസിൽ നിന്ന് വേറെയും ആളെ കിട്ടുമല്ലോ. ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു തോമസ് മാഷ് വരും എന്ന് ഇന്നിപ്പോൾ MV ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് മാത്രമല്ല, സുസ്വാഗതം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞും കഴിഞ്ഞു.
അല്ല, ഇവിടെ അഭിലാഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ച കെ വി തോമസ് സാർ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട കെ വി തോമസ് മാഷിനെ വ്യക്തിപരമായ ഹത്യ നടത്താനുള്ളൊരു ചർച്ചയായി മാറിയാലെന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് പോവുക. കെ വി തോമസ് സാർ പങ്കെടുക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് അല്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വേദിയിലല്ല. ഇന്ത്യയിൽ മതേതര ഇന്ത്യയുടെ ഏറ്റവും വലിയ കാവൽക്കാരെന്ന് ഈ രാജ്യത്തെ ജനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ഒരു ജനതയും വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവരുടെ പാർട്ടിയുടെ നയങ്ങളും മതേതര ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ കൊടുത്ത അവസരം കെ വി തോമസ് സാർ അത് സ്വയം ഏറ്റെടുത്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉന്നത ജനാധിപത്യ മൂല്യവും മതേതര കാഴ്ചപ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കെ കരുണാകരനെ പോലെയൊക്കെ ഇവിടെ കോട്ട് ചെയ്തു. കെ കരുണാകരൻ പോലും ഒരു കാലത്തിൽ തൻ്റെ അവഗണനയുടെ മൂർത്തിഭാവത്തിൽ അദ്ദേഹം നിരാശനായി ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ച ആളാണ്. കെ വി തോമസ് സാർ എന്ന് പറഞ്ഞ വ്യക്തി കെ കരുണാകരൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളതും കേരളത്തിലെ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ടെങ്കിലും കെ വി തോമസ് സാറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്ത് കെ കരുണാകരനാണെങ്കിലും കെ കരുണാകരൻ എന്ന് പറയുന്നത് തൻ്റെ രാഷ്ട്രീയ ഗുരു തൻ്റെ സ്വന്തം പാർട്ടിയെ വിട്ടുപോയപ്പോഴും അടിയുറച്ച കോൺഗ്രസ്സുകാരനായി നിന്ന ഒരു വ്യക്തിയാണ് കെ വി തോമസ് എന്ന് പറയുന്ന ആൾ. ശരിയാണ്, അദ്ദേഹം ഒരുപാട് പദവികളിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BJP സർക്കാരിൻ്റെ കാലത്ത്. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു. BJP സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു അക്കൗണ്ട് കമ്മിറ്റിയുടെ അത് പൊതുവെ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന സ്ഥാനം കോൺഗ്രസിന് വേറൊരു നേതാവിനെ തീരുമാനിക്കായിരുന്നല്ലോ. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതൊന്നും ഇടപെടാതിരിക്കൂ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ വി തോമസ് സാറ് കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നു, അദ്ദേഹം MLA ആയിരുന്നു, MP ആയിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27 വർഷം പാർലമെൻറ്റിൽ MP ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ മാറ്റി ഇപ്പോൾ ഈ പറയുന്ന വാഴ്ത്തപ്പെടുന്ന ആർക്കെങ്കിലും അന്ന് കൊടുക്കാമായിരുന്നല്ലോ, അന്ന് കൊടുത്തില്ല. അപ്പോൾ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കെ വി തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ ആ പാർട്ടി അവഗണിച്ചോ ഇല്ലെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. CPMനെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് അവകാശപ്പെടുന്ന കോൺഗ്രസിനോട് അവരുടെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം നിരയിൽ നിൽക്കാവുന്നതും ലോക പൗരനെന്നുള്ള നിലയ്ക്ക് ശശി തരൂരിനെയും അവരുടെ INTUസിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും ഈ വേദിയിലെത്തി അവർക്ക് പറയാനുള്ളതും ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ അതിനെ നിഷേധിക്കാനുള്ള ഒറ്റ കാരണം KPCC പ്രസിഡന്റിൻ്റെ അല്ലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യക്തമായിട്ട് പറയാം, ഇന്ന് ആ പാർട്ടി ഏതെങ്കിലും തരത്തിൽ അവരുടെ ഉന്നത നേതാവിന് പാർലമെൻറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ KPCCയുടെ ഔദാര്യം വേണം, ഇല്ല എത്താൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് എതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്ന ദേശം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിരെയോ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല എന്നൊരു തിട്ടൂരമല്ലേ ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത്? അത് വളരെ വ്യക്തമല്ലേ? കാരണം CPM എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. 2017 ഈ തോമസ് മാഷിനെ ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ചിട്ടില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഘടകത്തിൻ്റെയും പ്രസിഡന്റുമായും സംസ്ഥാനത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ നേതാവും പ്രതിപക്ഷ നേതാവും മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ AK സെൻട്രൽ നടത്തിയൊരു സെമിനാറിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് അന്ന് AK സെൻട്രലിൽ CPMനോട് വിരോധമുണ്ടെങ്കിൽ AK സെൻട്രലിൽ പോയി താങ്കൾ പ്രസംഗിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് തിട്ടൂരമില്ല? ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ സമീപനങ്ങളല്ലേ? അദ്ദേഹത്തിന് അനുവാദം കിട്ടാതെ അദ്ദേഹം പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണല്ലോ ചർച്ച. ഞാൻ ആ വിഷയം ഒരിക്കൽ ചർച്ച ചെയ്താണ്. ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ കെ വി തോമസ് പറയുന്നത് അവഗണനയുടെ കഥകളാണ്. അദ്ദേഹത്തിന്റെ 2019 വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നല്ല കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പരിഗണന കിട്ടി. അതിനുശേഷം നോക്കൂ, ഈ അടുത്ത് അദ്ദേഹം ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കാണാൻ ആഗ്രഹിച്ചു. 10 ദിവസം കാത്തിരുന്നു. ഇത്രയും സീനിയറായ നേതാവല്ലേ രാഹുൽ ഗാന്ധി. 2018 ശേഷം ഈ തോമസിനെ കണ്ടിട്ടേയില്ല. ഇങ്ങനെയൊക്കെ ഒരു സീനിയർ നേതാവിനോട് പെരുമാറിയാൽ അവരെവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൽ നമുക്ക് അത്ഭുതം പറയാനുണ്ടോ? ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പോകാനിരിക്കുന്ന നായുടെ മേളിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ. അപ്പം നമ്മൾ അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയുന്നു. കാരണം അദ്ദേഹം 2018 മുതൽ 22 വരെ ഇത്തരത്തിൽ കാണാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് റെപ്രസെൻ്റ് ചെയ്യണ്ടേ? റെക്കോർഡിക്കലായിട്ട് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് പറയണ്ടേ, ഞാൻ ഇത്ര വർഷമായി കാത്തിരിക്കുന്നില്ല, എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അതൊന്നുമല്ല കാരണം. ഇപ്പോൾ തനിക്കൊരു ഉപകരണമായി പല ആരോപണങ്ങളും പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥകളൊക്കെ ശ്രീ ജയശങ്കർ വക്കീൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തെ ചരിത്രമെല്ലാം അദ്ദേഹം പറഞ്ഞു.
അദ്ദേഹം 70-ൽ പിന്നെ എന്താ പറയുന്നത് ഇതിൻ്റെ വാർഡ് പ്രസിഡൻ്റായി കുമ്പളങ്ങി പഞ്ചായത്തിലെ 7-ാം വാർഡിൻ്റെ പ്രസിഡൻ്റായി തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, 77 മുതൽ അദ്ദേഹം ഏത് കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കുന്ന അത്യുന്നതമായ പദവികളിലേക്ക് എത്തിയിട്ടുണ്ട്. 77 മുതൽ, അതായത് 33-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ഉന്നത പദവികളിൽ എത്തിയിട്ടുണ്ട്. 77-ൽ അദ്ദേഹം DC സെക്രട്ടറിയാണ്. DC സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുള്ളത് 7 വർഷമാണ്. അതിനുശേഷം 10 വർഷം DC സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്. 15 വർഷം അദ്ദേഹം DC പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 വർഷം അദ്ദേഹം KPC ട്രഷറർ ആയിരുന്നിട്ടുണ്ട്. KPCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹം മൊത്തത്തിൽ 36 വർഷം പാർലമെൻ്ററി രംഗത്തേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം ഈ പാർട്ടി നൽകിയിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോഴും അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് പറയുന്നല്ലോ. ഇപ്പോഴും ഈ സംസ്ഥാനത്തു നിന്നുള്ള 35 AICC അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയിട്ടില്ല ശ്രീ ജ്യോതികുമാർ. അദ്ദേഹം പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് കോൺഗ്രസ്സുകാരനാകാൻ മെമ്പർഷിപ്പ് ആവശ്യമില്ല, കോൺഗ്രസ് എൻ്റെ വീടാണ്, എന്നെ ഇവിടുന്ന് ആർക്കും പുറത്താക്കാൻ പറ്റില്ലെന്നാണ്. കാള വാല് പോകുന്ന എന്തിനാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ അഭിലാഷേ? ഇവിടെ കാര്യങ്ങൾ വ്യക്തമല്ലേ, ചിത്രം വളരെ ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ നീക്കുപോക്കുകൾ മാത്രമല്ല ബാക്കിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് 36 വർഷം പാർലമെൻ്ററി രംഗത്ത് മത്സരിക്കാൻ, അദ്ദേഹം 96-ൽ അദ്ദേഹം പരാജയപ്പെട്ടു, ശരിയാണ്. ശ്രീ പിന്നെ ജയശങ്കർ വക്കീൽ സൂചിപ്പിച്ചതുപോലെ പിന്നെ അറക്കലോട് തന്നെയാണ്, സേവ്യർ അറക്കലോട് തന്നെയാണ് തോറ്റിട്ടുള്ളത്, ശരിയാണ്. അത് ഒഴികെ 36 വർഷത്തേക്ക് ഈ പാർലമെൻ്ററി രംഗത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 15 വർഷം DC പ്രസിഡൻ്റായിട്ടുണ്ട്, 10 വർഷം DC സെക്രട്ടറി ആയിട്ടുണ്ട്. കഴിഞ്ഞ 34 വർഷമായിട്ട് 84 മുതൽ ഇപ്പോഴും 38 വർഷമായി അദ്ദേഹം ഇപ്പോഴും AICC അംഗമാണ്. എന്നിട്ടും അദ്ദേഹത്തെ ഇന്നും അദ്ദേഹം AICC അംഗമാണ്, KPC അംഗമാണ്. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ, പിന്നെ അദ്ദേഹം വഹിച്ച പദവികളെല്ലാം ഒത്തിരി പറഞ്ഞു, അവഗണിച്ചു എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. 1946-ൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അദ്ദേഹം ജനിച്ചയാളാണ്. 46 മെയ് മാസം 10-ാം തീയതി ജനിച്ചയാളാണ്. അദ്ദേഹം ആദ്യം 84-ൽ MB ആകുമ്പോൾ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുക. 8-ാം ക്ലാസ്സിൽ എനിക്കിപ്പോൾ 50 വയസ്സാകുന്നു. ഈ അടുത്ത സമയം വരെ അദ്ദേഹം പാർലമെൻറ്റ് രംഗത്തുണ്ട്, അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്, ഈ പാർട്ടിയെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്നെ അവഗണിക്കുന്നു പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണെന്ന് പറയണ്ടേ? തനിക്ക് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയണം പൊതുസമൂഹത്തോട്. അതിനപ്പുറത്തേക്ക് എന്നെ അവഗണിക്കുന്നു ഒരു പൊതുസംവാദത്തിന് അദ്ദേഹം തയ്യാറാകട്ടെ. എന്നെ അവഗണിക്കുന്നു എന്തിൻ്റെ പേരിലാണ്? ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള DC സെക്രട്ടറി മുതൽ പദവി മുതൽ മുകളിലോട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ. 10 വർഷം DC സെക്രട്ടറി, 15 വർഷം DCC പ്രസിഡന്റ്, പിന്നെ 7 വർഷം KPCയുടെ ട്രഷറർ, 38 വർഷം ഇങ്ങനെ മത്സരിക്കാൻ കൊടുത്തു, 36 വർഷം ഇങ്ങനെ മത്സരിക്കാൻ കൊടുത്തു, 38 വർഷം അദ്ദേഹം AICC മെമ്പറായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വർഷം വരുമെന്ന് അഭിലാഷിന് അറിയാമോ? 105 വർഷം വരും. 3 പുരുഷായുസിൽ ഇത്തരത്തിലെ സംഘടനാ പ്രവർത്തനം നടത്തിയാൽ 3 പുരുഷായുസിന് കൊടുക്കാനുള്ള അവസരം മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുരുഷായുസിൽ ഇതിൽ കൂടുതൽ എന്താ പാർട്ടി കൊടുക്കേണ്ടത്? 105 വർഷത്തിൽ കൂടുതൽ, 105 വർഷം ഒരാൾക്ക് ഒരു പദവിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കട്ടെ എന്ന് കോടതി പറയുന്ന പോലെ തീരുമാനിച്ചത് കൊണ്ടാണിത്. മറിച്ച് ഒരാൾക്ക് ഒരു പദവിയായിരുന്നെങ്കിൽ 105 വർഷം ഒരു പുരുഷായുസിൽ തീരുമോ? 2 പുരുഷായുസിൽ തീരുമോ? 3 പുരുഷായുസിൽ വഹിക്കേണ്ട പദവികളെല്ലാം വഹിച്ച ആളാണ് എന്ന് പറയുന്നത് എന്നെ ഇപ്പോഴും അവഗണിക്കുകയാണെന്ന്. എന്തിന്റെ പേരിലാണ്? ഇന്നും അദ്ദേഹം AICC മെമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നുള്ള 35 പേരിൽ ഒരാളാണ്. ഇനി എന്താ അദ്ദേഹത്തിന് വേണ്ടത് 76-ാമത്തെ വയസ്സിൽ? ശരി, ഇനി എന്താണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരിക്കും അദ്ദേഹത്തിന് വേണ്ടത്? ഇവിടെ പറഞ്ഞതുപോലെ KV തോമസ് ഇനി വഹിക്കാൻ പദവികളൊന്നുമില്ല, പാർലമെന്ററി രംഗത്തായാലും സംഘടനാ രംഗത്തായാലും അദ്ദേഹം എന്നെ മൈൻഡാക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഈ ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ അതിനും ട്രൈ ചെയ്ത ആളാണ് KV തോമസ്. അപ്പോൾ അത് കിട്ടില്ല എന്ന് ഉറപ്പായി, ഇനി വരുന്നതൊന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹം പോകുന്നു എന്ന് കണ്ടാൽ പോരെ? ശരിക്കും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാം കിട്ടി, നല്ല പദവികളിരുന്നു. അതിന് അദ്ദേഹം അർഹതയുണ്ടോ ഇല്ലെന്നോ അത് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് എന്ന നിലയ്ക്കാണ് കൂടുതൽ സമയവും കൂടുതൽ സ്ഥാനങ്ങളിലും ഇരുന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രൊഫസർ KV തോമസ് അല്ലെങ്കിൽ ശശി തരൂർ CPM-ൻ്റെ ഒരു പാർട്ടി കോൺഗ്രസ്സിൽ പോയി ഒരു പ്രസംഗം കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്കാണല്ലോ വിളിക്കുന്നത്. ആ നേതാവ് എന്ന നിലയ്ക്കുള്ള ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി പ്രസംഗിച്ചാൽ ഇവിടുത്തെ ആകാശം ഇടിഞ്ഞു വീഴുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ, വ്യക്തി എന്ന നിലയ്ക്കാണ്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഒരു ബദലുണ്ടാക്കണമെങ്കിൽ ആരൊക്കെയാണ് വേണ്ടത്? വേണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ദശകങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല. കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? CPM എവിടെ നിൽക്കുന്നു? രണ്ടും അടിപതർ നിൽക്കുന്ന 2 കക്ഷികൾ തമ്മിലാണ് ഈ തർക്കം. കേരളത്തിൽ അവർ തമ്മിലാണ് മത്സരം. രണ്ട് പാർട്ടികൾ ഇപ്പോൾ ഏറെക്കുറെ കേരളത്തിലേ ഉള്ളൂ. അതെ, ഞാൻ ചോദിക്കുന്നത് ദേശീയ തലത്തിൽ അടിപതർ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഒരംഗത്തെ അതേ രീതിയിലുള്ള ഒരു CPM-ൻ്റെ ദേശീയ കോൺഫറൻസിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് എന്ത് മഹാപാപമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാർ ഒന്നിടപെട്ടോട്ടെ, ഒറ്റ കാര്യം. അങ്ങ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ. ഇവിടെ ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പാനലുണ്ട്. ഞാൻ അങ്ങയുടെ ആ ഇടപെടൽ സാധൂകരിച്ചിരുന്നു.
ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാനലുകൾ എല്ലാ TV ചാനലുകൾക്കും കൊടുത്തിട്ടുണ്ട്. എന്നെ ഇന്ന് വിളിച്ചത് അഭിലാഷാണ്. അഭിലാഷ് വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്ക് പറയാനുള്ള അവകാശം എനിക്ക് എൻ്റെ പാർട്ടി തന്നിട്ടുണ്ട്. എൻ്റെ പാർട്ടി നാളെ ഞാൻ പോകേണ്ടതില്ല, നിൻ്റെ പിന്നെ ഇടപെടലും മതിയായി, നീ പോകേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. പക്ഷേ എന്നെ വിളിക്കാനും എനിക്ക് നേരിട്ട് വരാനും അവകാശമുണ്ട്. അതുപോലെ CPM സംബന്ധിച്ച് ഇന്ന് പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള റജി ലൂക്കോസ്, അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ AK സെൻറ്ററിൽ വിളിക്കണം. അപ്പോൾ ഒരു ചാനലിൽ ഒരാൾ പോകണമെങ്കിൽ അത് പാർട്ടി തീരുമാനിക്കുന്ന പാർട്ടിയാണ് CPM. ഞാൻ പറഞ്ഞു തോട്ടെ, ഇപ്പോൾ CPM താങ്കളുടെ മാധ്യമപ്രവർത്തനാണ് ഞാൻ ചോദിച്ചത്. ആ CPM ഇന്ന് സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? മാധ്യമങ്ങളിൽ ചർച്ചകളിൽ പോകണമെങ്കിൽ പോകേണ്ടതാരും തീരുമാനിക്കണം. ആരാണ് ആങ്കറെന്ന് തീരുമാനിക്കണം. ഇന്ന ആങ്കറാണെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുന്നു, ഇന്ന വിഷയമാണെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ മാധ്യമരംഗത്തേക്ക് പോലും കടന്നാക്രമിച്ചുകൊണ്ട് പോകുന്ന CPM സംബന്ധിച്ച്, അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് ആരെവിടെ എന്തിന് പോകണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പോകേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതിന് ശേഷം പോകാൻ ആ പാർട്ടി തീരുമാനിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ശശി തരൂരിന് ബോധ്യപ്പെട്ടല്ലോ. എന്തേ KV തോമസിന് ബോധ്യപ്പെടുന്നില്ല? ബോധ്യപ്പെടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് താങ്കളുടെ മാധ്യമപ്രവർത്തനായിട്ട് അതുകൂടി താങ്കൾ മറുപടി പറയണം. ഇവിടെ തിരിച്ച് താങ്കൾ CPM സമ്മേളനത്തിൽ പോകുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ, പോകുന്നതിൽ പെശകില്ല എന്ന് പറയുമ്പോൾ CPM നിലപാടുകളെ കുറിച്ച് താങ്കൾ പറയണം, പ്രത്യേകിച്ച് മാധ്യമങ്ങളോടുള്ള നിലപാട്. ഞാനൊരു വിശാലം കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. ഞാൻ ചോദിച്ചത്, അങ്ങനെ KV തോമസോ ശശി തരൂരോ INTUC നേതാവ് R ചന്ദ്രശേഖരനോ അവിടെ പോയി പ്രസംഗിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ന്യായമായ ചോദ്യമാണ്. അടുത്ത് രാഷ്ട്രീയമില്ല ചോദ്യം. എന്ന് മാത്രമല്ല, ഇപ്പൊ KV തോമസ് അവിടെ പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണൂർ എഡിഷനിൽ അല്ലാതെ എവിടെയെങ്കിലും വാർത്ത പോലും വരില്ല. ദേശീയ വാർത്ത ഞാൻ ചോദിക്കുന്നത് ദേശീയ വാർത്തയോ ഇന്റർനാഷണൽ വാർത്തയോ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംഘടനയ്ക്ക് അത്തരത്തിൽ തീരുമാനം അവകാശമില്ലേ? ഞാൻ പറയാം, ആ തീരുമാനം എടുക്കുന്ന അടിസ്ഥാനം അത് ഞങ്ങളുടെ ഡെമോക്രസിയുടെ ഇന്റർണൽ ഡെമോക്രസിയുടെ ഭാഗമാണെന്നേ. ഞങ്ങളുടെ സംഘടനയിൽ ആരെവിടെ പോകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ അവസരം പോലും നിങ്ങൾ എടുക്കാൻ അപ്പോ അങ്ങനെ പോകേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ മുൻ MP ആയ മുതിർന്ന നേതാവിനോട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അർത്ഥം അല്ലല്ല. ഞാൻ പറഞ്ഞു അത് പോട്ടെ. താങ്കൾ ക്ഷീരമുള്ള അകിടും ചുവട്ടിലും ചോരകം എന്നാണ് അതല്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ വിഷയമുണ്ട്. അല്ല, താങ്കളുടെ നിലപാടാണ് പ്രശ്നം. എന്റെ ദേഹത്ത് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കേണ്ട ആൾക്കാർ രാഷ്ട്രീയം താങ്കൾ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ താങ്കൾ അതിനകത്തും CPM പിന്നെ എന്തുകൊണ്ട് പോയില്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന നേതൃത്വം വിലക്കേർപ്പെടുത്തി കഴിഞ്ഞിട്ട് KV തോമസ് അവിടെ പോകാൻ തുനിഞ്ഞത് അച്ചടക്ക ലംഘനമാണ്, അത് ശരിയല്ല എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇന്ന് ഞാൻ അത് ആവർത്തിക്കുന്നു. ജ്യോതികുമാർ അതിന്റെ പേരിൽ എന്നെ കടിച്ചിരുന്നു വരണ്ട. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഇടപാട്. അത് അങ്ങപ്പുറത്ത് രാഷ്ട്രീയക്കാരോട് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയണ്ട. ഞാൻ ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന, ഇന്നും ഞാൻ എഴുതിയതേ ഉള്ളൂ, ഒരു UPA പോലെ ഒരു അലയൻസിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ ഇപ്പോഴും അതിന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, യാതൊരു സംശയവുമില്ല. ആ കോൺഗ്രസുമായിട്ട് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവ യോജിച്ചെങ്കിൽ മാത്രമേ ഒരു സംയുക്ത പ്രതിപക്ഷ ചേരി ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. ആ ഒരു സാഹചര്യം നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന കക്ഷികളാണ് ഇവിടെ നിസ്സാരമായ ഒരു പ്രസംഗം കൊണ്ട് ജ്യോതികുമാർ ഈ രാഷ്ട്രീയം അവസാനിക്കുമോ? അങ്ങനെ ഒരു പ്രസംഗം കൊണ്ട് അവസാനിക്കുന്നതല്ലേ രാഷ്ട്രീയം? ഇത് 2024 തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമ്മതിക്കുന്നു, കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി CPM ആണ്. CPMന്റെ മുഖ്യ എതിരാളി കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിലോ UPA 1 ജീവനാടി എന്ന് പറഞ്ഞ ഇടതുപക്ഷമായിരുന്നു. സുർജിത് സിംഗ് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി. ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു അതിന്റെ അച്ചുതണ്ട്, ആണിക്കല്ലേ സോണിയാഗാന്ധിയുമായിട്ടുള്ള ആ ചരിത്രം മറക്കരുത്. അങ്ങനൊരു ചരിത്രം ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടുത്തെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിർഭാഗ്യരെന്ന് പറയട്ടെ, CPMന്റെ നേതാക്കൻ ഉൾപ്പെടെ
CPM-ന്റെ കേരളത്തിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ശരി. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അതിന് സമ്മതിക്കുന്നില്ല. അത് ശരി, നിർഭാഗ്യകരമാണ്. അയ്യോ കഷ്ടം എന്ന് ഞാൻ പറയും. ശരി, അതിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ KV തോമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡൽഹിയിൽ നല്ല പിടിപാടുണ്ടായിരുന്നു. മാഡം സോണിയാഗാന്ധിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഏക കേന്ദ്രമായപ്പോഴേക്ക് അദ്ദേഹത്തിന് ആ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് രാഹുലിനെ കാണാൻ കഴിയുന്നില്ല. രാഹുലിലേക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിൽ എത്താനേ പറ്റുന്നില്ല. KC വേണുഗോപാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഉപഗ്രഹങ്ങളോ തടയുന്നു എന്നുള്ളതാണ് തോമസ് മാഷിൻ്റെ പരാതി. അദ്ദേഹത്തെ സംബന്ധിച്ച് ശരി, ഞാൻ ഇനി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാമെന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഇനി എനിക്ക് പാർലമെന്ററി സ്ഥാനങ്ങൾ വേണ്ടത് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ പാർലമെന്ററി സ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു പാർട്ടി ചുമതല, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നു, പക്ഷേ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്ലേസ് ചെയ്തു, എന്നെ മാത്രം മാറ്റി. എനിക്ക് ഗോവയുടെ തെരഞ്ഞെടുപ്പ് ചുമതല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. മാഡം സോണിയാഗാന്ധി എന്നോട് പറഞ്ഞിരുന്നതാണ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നതൊന്നും കിട്ടുന്നില്ല, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അത് അഭിലാഷ് പറഞ്ഞ സത്യത്തിൽ ഞാൻ ആ ഒരു ചെറിയ കാര്യത്തിൽ തോമസ് മാഷിനോട് അനുഭവമുള്ള ആളാണ്. തോമസ് മാഷ് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് കരുണാകരനായിരുന്നു, കുറഞ്ഞൊരു കാലം AK ആന്റണിയായിരുന്നു. അതിനുശേഷം ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ശ്രീമതി സോണിയാഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മൂലധനം ഇത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് കിട്ടുന്ന സീറ്റ് കിട്ടുന്നതിന് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം സോണിയാഗാന്ധിയെക്കുറിച്ചൊരു പുസ്തകം എഴുതി നമ്പർ 10 ജനപഥയിൽ കൊണ്ടുപോയി അത് പ്രകാശിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ ഒരു പ്രധാന ആളായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം അങ്ങനെയാണ് ലോക്സഭാ സീറ്റ് സംഘടിപ്പിച്ചത്. ആ ലോക്സഭയിൽ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് സഹമന്ത്രിയാകാൻ കഴിഞ്ഞത് BJ കുര്യനും അതുപോലെ PC ചാക്കോയൊന്നും മോശക്കാരില്ലല്ലോ. ഞാൻ അവർ രണ്ടുപേരും പേര് പറഞ്ഞ് ഇവർ 3 പേരും ഒരേ സമുദായത്തെ പ്രതികരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ രണ്ടുപേരുടെയും മീതെ അദ്ദേഹത്തിന് അവിടെ പിടിമുറുക്കാൻ കഴിഞ്ഞത് സോണിയാഗാന്ധിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സഹമന്ത്രിയാവുന്നു, പിന്നെ സ്വതന്ത്ര ചുമതല കിട്ടുന്നു. പിന്നീട് അടുത്ത ടേമിൽ അദ്ദേഹത്തിന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ അനാരോഗ്യവും മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം അവർ പിന്മാറുകയും ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരികയും ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ തോമസ് മാഷിൻ്റെ പിടിപോയത്. അതിൻ്റെ കാരണം ഈ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ മുതലായ ആളുകൾ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിൽക്കും. തോമസ് മാഷ് തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധിക്ക് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, മാഡത്തിനുമില്ല. പക്ഷേ മാഡത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു. അഹമ്മദ് പട്ടേൽ കൃത്യമായ ഉപദേശം കൊടുക്കുകയും മാഡം അത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് പുറത്തേക്ക് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അഹമ്മദ് പട്ടേലിനെ അടുപ്പിക്കുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഉപദേശം നൽകാനും ആരുമില്ല. ആകെയുള്ളത് വേണുഗോപാലും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകളാണ്. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പല വിഡ്ഢിത്തങ്ങളും പറയുമ്പോൾ BJP-ക്കാർ ഉറക്കച്ചിരിക്കും, നമ്മുടെ സഖ്യകക്ഷികൾ തന്നെ അമർത്തിച്ചിരിക്കും. ആ സമയത്ത് ഈ വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് ഡെസ്കിലടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയുള്ള ക്രൂരതകളാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹം തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ വളരെ അടുപ്പമുള്ള ആളുകളോട് പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് സത്യമുണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞു, സത്യമുണ്ട്. തോമസ് മാഷിനെ അകറ്റിയതിൻ്റെ ഒരു കാരണം ഈ കേന്ദ്ര നേതൃത്വത്തിൽ വേണുഗോപാലും കൊടിക്കുന്നിലും വന്നു എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർക്കും തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഉമ്മൻചാണ്ടി പണ്ടേ എതിരാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ പേര് വെട്ടിയിട്ടാണല്ലോ ഇദ്ദേഹത്തെ കരുണാകരൻ മന്ത്രിയാക്കി. അപ്പോൾ ഉമ്മൻചാണ്ടി എതിരാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല. ആർക്കും തന്നെ അദ്ദേഹത്തോട് താല്പര്യമില്ല. അതൊരു ഘടകമാണ്. അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അൺവാണ്ടഡ് എലിമെൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് എറണാകുളം ഭാഗത്ത് എടുത്ത് കാണിക്കാവുന്ന ഒരു നേതാവില്ല. ഇദ്ദേഹത്തെ വേണമെങ്കിൽ തൃക്കാക്കരയിൽ പരീക്ഷിക്കാം, അല്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് പരീക്ഷിക്കാം. അദ്ദേഹം പക്ഷേ ഇന്ന് പറയുന്നത് അദ്ദേഹം തൃക്കാക്കരയിൽ മത്സരിക്കാനില്ല, 2024 മത്സരിക്കാനില്ല, ഇതെന്റെ തീരുമാനമാണ്, ഇനി ഞാനില്ല, പാർലമെന്ററി രംഗത്ത് ഇല്ലെന്ന് അദ്ദേഹം തീർത്ത് പറയാണ്. ശരിയായിരിക്കോ? അതൊക്കെ അദ്ദേഹം പറഞ്ഞതല്ലേ. എൻ്റെ അഭിലാഷ്, ഈ CPM-കാർ നോക്കുന്നത് വെച്ചാൽ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് ഉടക്കുക എന്നുള്ളതാണ്. അവരെ ഈ വക വിദ്യകളും നമ്മളാരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അവരെങ്ങനെയാണ് ലോനപ്പൻ നമ്പാടിനെ കൊണ്ടുനടന്നത്, എങ്ങനെയാണ് TK ഹംസയെ കൊണ്ടുനടക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവരൊക്കെ ഏതേത് പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ ജോസ് കെ മാണി അടക്കം അവരുടെ ആവശ്യത്തിനോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തൽ രാഷ്ട്രീയത്തിൻ്റെ അതിൽ ഉസ്താദുമാരാണ്. നമ്മളവർ ആ കാര്യത്തിൽ CPM-നെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. അവരിപ്പോൾ KV തോമസിനെ പോലെ ഒരാളെ കിട്ടിയപ്പോൾ എന്നാൽ പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റൂ എന്ന് നോക്കാം എന്ന് അവർ വിചാരിച്ചു. അത്രേ ഉള്ളൂ. CPM-നെ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. ഇദ്ദേഹത്തെ പോലെ അവസരവാദിയായ ഒരു നേതാവിനെ കിട്ടിയപ്പോൾ എന്നാൽ അത് പറ്റൊരു കളി കളിക്കാം എന്ന് അവർ വിചാരിച്ചു. അത്രേ ഉള്ളൂ.
അല്ല, ഈ കാര്യത്തിൽ ശ്രീ ജയശങ്കർ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം എന്നെ തിരുത തോമ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊരു സമുദായത്തെ അവഹേളിക്കലാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ലേലത്തിൽ സോമം പറയുന്നത് പോലെ മീൻപിടുത്തക്കാരനായിരുന്നു എൻ്റെ അപ്പൻ എന്നുകൂടി പറയുന്നുണ്ട്. ഈ കെ വി തോമസ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ ലത്തീൻ സമുദായത്തിൻ്റെ പിന്തുണ അതിപ്പോൾ എറണാകുളം മേഖലയിലാകെ കിട്ടുമെന്നൊരു സെനാരിയോ ഉണ്ട്. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിന് ഇപ്പോഴും ധാരാളം നേതാക്കളുണ്ടല്ലോ. തോമസ് മാഷ് വന്നതുകൊണ്ട് ലത്തീൻ വോട്ടൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതിൻ്റെ ഒരു കാരണം തരുമോ, നമ്മൾ ഈ ലത്തീൻ കത്തോലിക്ക സമുദായത്തെ ഒരു കാരണവശാൽ ഈ കാര്യത്തിൽ ആക്ഷേപിക്കാനോ അവരെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടുത്തി സംസാരിക്കാനും ഞാൻ തയ്യാറല്ല. ലത്തീൻ കത്തോലിക്ക സമുദായം പ്രത്യേകിച്ച് എറണാകുളം കൊച്ചി മേഖലയിൽ, എറണാകുളം ജില്ലയിൽ തീരപ്രദേശത്ത് പ്രബല സമുദായമാണ്. അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരാണ്. അതിൽ കുറച്ച് പേര് പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പോൾ MM ലോറൻസ് ചേട്ടൻ ആ ലത്തീൻകാരനാണ്. ഇപ്പോഴത്തെ കൊച്ചി MLA മാക്സി ലത്തീൻകാരനാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പേരേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ്സുകാരാണ്. ആ സമുദായത്തിന് കോൺഗ്രസ്സിൽ നിന്ന് പറയത്തക്ക ഒരു പരിഗണനയും കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഏത് കാലത്തും ഇതിനൊപ്പം നിന്നവരാണ്. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ച കോൺഗ്രസിൻ്റെ ചിഹ്നം കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശുവായിരുന്ന കാലത്ത് പശുവിനും, കൈപ്പത്തിയായ കാലത്ത് കൈപ്പത്തിക്കും മാത്രം വോട്ട് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് തമാശയായിട്ട് പറയുന്നത് ലത്തീൻ കത്തോലിക്കർക്ക് വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധിയാണെന്ന്. അങ്ങനെ ഒരു സമുദായമാണ്. ഇപ്പോൾ KV തോമസ് വിചാരിച്ചാലൊന്നും അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് സംഭവിക്കില്ല. പക്ഷേ പാർട്ടി CPM-നെ സംബന്ധിച്ചുള്ള ഒരു സൗകര്യമുണ്ട്. ഇദ്ദേഹം ആ ഒരു പ്രോമിനൻറ്റ് ഫേസാണ്. അവർക്ക് പ്രസൻറ്റബിളായിട്ടൊരു ആളെ കിട്ടണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ പോളിനെ എത്രയോ കൊല്ലം കൂട്ടുകിടന്നു. സെബാസ്റ്റ്യൻ പോളിനെ പ്രത്യേകം കൊണ്ടുകിടക്കുക എന്നുള്ളത് ഞാൻ ഒരു മോശപ്പെട്ട അർത്ഥത്തിലല്ല ഉപയോഗിച്ചത്. സെബാസ്റ്റ്യൻ പോളിൻ്റെ ഒരു മേന്മ എന്താണ്? അദ്ദേഹം ഈ ലത്തീൻ സമുദായക്കാരനാണ്, ഒരു പ്രഭാഷകനാണ്, അഭിഭാഷകനാണ്, പൊതുജന മധ്യത്തിൽ ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വെച്ച് അവർ കിട്ടാവുന്നത്ര മാർക്കറ്റ് ചെയ്തു. അത് ഒരു പരിധിവരെ വിജയിച്ചു. ഒരു ചെറിയ പരിധിവരെ വിജയിച്ചുള്ളൂ, എങ്കിൽ പോലും വിജയിച്ചു. ശരി, അത് സാധിച്ചെങ്കിൽ തോമസ് മാഷ് കുറേ കൂടി സീസൺഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെ വെച്ചൊരു കളി കൂടി കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു ലത്തീൻ കത്തോലിക്ക മുഖം ഉണ്ടായി വന്നിട്ടില്ല. അത് ഉണ്ടായി വരണം. അങ്ങനെ ഒരാളെ ഒന്നുകിൽ അവർ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ വാടകയ്ക്ക് എടുക്കും. ഒന്നുകിൽ സെബാസ്റ്റ്യൻ പോൾ, അല്ലെങ്കിൽ തോമസ് മാഷ്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അറക്കൽ സേവ്യർ. അദ്ദേഹം പക്ഷേ നല്ല തറവാടിയായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇതുപോലത്തെ ഒരാളായിരുന്നില്ല. അറക്കൽ സേവ്യർ വളരെ യോഗ്യനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അദ്ദേഹം CPM-കാരുടെ ഈ ഇതിൽ പെട്ടു എന്ന് മാത്രം. യെസ്, നമുക്ക് എന്തായാലും എന്താ സംഭവിക്കാൻ നോക്കാം. ശ്രീ റെജി ലൂക്കോസ്, CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിൽ ആരെ വേണമെങ്കിലും വിളിക്കാം സെമിനാറിന്. ശശി തരൂരിനെ വിളിച്ചതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. ഇപ്പോൾ KV തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൊന്നുമല്ല. അദ്ദേഹത്തെ തന്നെ ചൂണ്ടയിടുന്നതിന് ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടാവുമല്ലോ. അദ്ദേഹവുമായി നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റായി എത്തും KV തോമസ് എന്ന് MV ജയരാജൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അദ്ദേഹം വരുമെന്ന് CPM-ന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തള്ളി CPM-ലേക്ക് വരികയാണ്. അദ്ദേഹം ഈ KV തോമസ് ഇപ്പോൾ പരിതപിക്കുന്നത് എന്നെ ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്നൊക്കെയാണ്. ഇത്രയും കാലം അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? CPM അല്ലേ? അദ്ദേഹം 2009 അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞത് പറഞ്ഞു. അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് ഇസ്രായേലിൻ്റെ ഏരിയൽ ഷാരോണിനെ സ്വീകരിക്കാൻ പോയി. അദ്ദേഹം സയനിസ്റ്റ് ആണ്, അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ മുസ്ലിം പോക്കറ്റിൽ പ്രചരിപ്പിച്ചത് നിങ്ങളാണ്. അദ്ദേഹത്തെ തിരുതത്തോമ എന്ന് വിളിച്ചതും നിങ്ങളാണ്. അദ്ദേഹം ആരാണോ ആക്ഷേപിച്ചത് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ അതേ പക്ഷത്തേക്ക് പോയിട്ട് എന്നെ ആക്ഷേപിക്കുന്നു എന്ന് കരയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, ചാരക്കേസിൽ K. കരുണാകരനെ ഇന്ത്യയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ അപമാനിച്ച് രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തി രാജിവെപ്പിച്ചത് CPM ആണോ? അല്ലല്ലോ. KV തോമസ് വിചാരണ ഇവിടെ നടക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അഭിലാഷ്, എനിക്ക് സമയം അനുവദിച്ചേ പറ്റൂ. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ ഈ സംസാരിച്ചതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിക്കൊന്നുമല്ല, അദ്ദേഹം എല്ലാ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു. ഇനി ഇപ്പോൾ 77 വയസ്സായി. ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിൻ്റെ ആർത്തിപൂത്ത് ഇടതുപക്ഷത്തോട് അടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ KV തോമസിന് 77 വയസ്സുള്ളപ്പോഴാണ്, ഇതേ പ്രായത്തിലാണ് 77ാമത്തെ വയസ്സിൽ AK ആന്റണി രാജ്യസഭയിലേക്ക് തൻ്റെ അവസാന വോട്ടത്തിൽ മത്സരിച്ച് ജയിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഈ കോൺഗ്രസ് അവകാശപ്പെട്ടോ? താങ്കൾ 3 തവണ കേരളത്തിന് മുഖ്യമന്ത്രിയായി, 3 തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി, 5 തവണ നിയമസഭയിൽ വന്നു, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം രാജ്യസഭയിലെത്തി. ഇനി താങ്കൾ വിശ്രമിക്കൂ, താങ്കൾ അധികാരം ആർത്തി മൂത്തുകൊണ്ട് ഇനി രാജ്യസഭയിലേക്ക് പോകുമെന്ന് പറയാൻ നട്ടലുണ്ടായിരുന്നത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു കേരളത്തിൽ? ഇപ്പോൾ KV തോമസ് സാറിനെതിരെ വിരൽ ചൂണ്ടുന്നതിൻ്റെ തൻ്റെ ഇടം എന്താണ്? ഇവരിപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന് ജനസമ്മതി ഇല്ല എന്ന് പറഞ്ഞു. KV തോമസ് സാറിനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിനെ CPM ക്ഷണിച്ചെന്നുള്ള വസ്തുതയാണ്. പിന്നെ ആരെ? രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണം. രാഹുൽ ഗാന്ധി CPM-ന്റെ വേദിയിൽ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണം. അത് എങ്ങനെ ക്ഷണിക്കും? എങ്ങനെയാണ് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നത്? ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ്, ഹിന്ദുക്കളുടേതാണ്.
ഹിന്ദുക്കളാണെന്നും ഹിന്ദുക്കളാണ് ഇന്ത്യ ഭരിക്കണമെന്നും ജയ്പൂരിൽ വന്ന് പ്രസംഗിച്ച് ഈ രാജ്യത്തെ BJP-ക്കാരെക്കാളും വലിയ പോസിറ്റീവ് പറഞ്ഞ അല്ല BJP-ക്കാരെ കൂടുതൽ വർഗീയത പറഞ്ഞ് രാഹുൽ ഗാന്ധി CPM-ന്റെ വേദിയിൽ ക്ഷണിക്കണോ? ആ ഗാന്ധി അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പോട്ടെ, ഇനിയിപ്പോ അതൊരു തർക്കമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടപെടാത്തത്. പോട്ടെ പോട്ടെ. അല്ല ഞാൻ അത് ഞങ്ങളിലൊക്കെ അതിന്റെ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അതൊന്നും പറയണം. നിങ്ങൾ അതിനെക്കുറിച്ച് ജസ്റ്റിഫൈ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള പ്രത്യേക ക്ലിപ്പിംഗ്സ് എന്താണെന്ന് എനിക്കറിയില്ല. രാജ്യം ഭരിക്കേണ്ടത് യഥാർത്ഥ ഹിന്ദുക്കളാണ്, അല്ലാതെ കപട ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളല്ല, മറിച്ച് യഥാർത്ഥ ഹിന്ദുക്കളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹം എന്താണ് യഥാർത്ഥ ഹിന്ദു എന്നും എന്താണ് സഹിഷ്ണുത എന്നും ഒക്കെ ആ കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ ആവർത്തിച്ച് 100 തവണ രാജ്യം ഹിന്ദുക്കൾ ഭരിക്കണം, ഹിന്ദുത്വവാദികൾ ഭരിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാലും രാഹുൽ പറഞ്ഞതല്ലാതാകില്ലല്ലോ. പറഞ്ഞോളൂ. അഭിലാഷെ, യഥാർത്ഥ ഹിന്ദുക്കളാണ് ഇന്ത്യ ഭരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരു സമൂഹത്തിലോ ജാതിയിൽപ്പെട്ടവൻ ഇന്ത്യ ഭരിക്കാൻ അയോഗ്യനാണ്. മൻമോഹൻ സിംഗ് ഹിന്ദു ആയിരുന്നില്ല, മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത് കോൺഗ്രസ് ആയിരുന്നു, അതും 10 കൊല്ലം. ഇതേ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ആ സമയത്ത് പ്രധാനമന്ത്രിയാകായിരുന്നല്ലോ. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രസിഡന്റുമാരായിട്ടുണ്ട്. എത്രയോ പേർ, സക്കീർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും ഒക്കെ പ്രസിഡന്റുമാരായത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അല്ല, അസഹിഷ്ണുതയൊന്നുമല്ല, നമ്മൾ കാര്യം പറയണ്ടേ. അതല്ല ആ കാലത്തല്ലേ, അങ്ങനെയാണെന്നുള്ള ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കാലത്താണ് മൻമോഹൻ സിംഗ് 5-10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നത്. ഹിന്ദുക്കൾ മാത്രം രാജ്യം ഭരിക്കുമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് മൻമോഹൻ സിംഗ് ഇതേ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാമായിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയായത് 10 കൊല്ലം? അല്ല അഭിലാഷ, പറയാനായിട്ടൊന്നും അനുവദിക്കാതെ അഭിലാഷ് ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കാതെ. ഞാനും വന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനല്ലേ. ഞാൻ പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങളാ, സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിൽ അങ്ങ് പറഞ്ഞത് ഏതാണ് വസ്തുത എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇതിൽ കൺഫ്യൂഷൻ ആയി എടുത്താൽ 7 വർഷമായി. അല്ല, അത് ഞാൻ എന്നെ കൊണ്ട് സംസാരിപ്പിക്കായിരുന്നു. എങ്ങനെയാ പിന്നെ അഭിലാഷിന് വസ്തുതയാണോ ഇല്ലെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെ കോൺട്രാഡിക്ഷൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു ആങ്കർ എന്നുള്ള നിലയിൽ ഇടപെട്ടു. അല്ല, ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത് അല്ല, അത് ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളിവിടെ KV തോമസ് സാറിന്റെ വിചാരണ നടത്തി. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പിന്നെ പ്രധാനമന്ത്രി പദം വിട്ടിട്ട് ഇപ്പോൾ 7 വർഷമായി. ആ മൻമോഹൻ സിംഗ് ഭരിച്ച കാലത്തെ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിൽ. ഇന്ന് അതൊരു അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുന്നു. BJP-യുടെ കുഴലൂത്തുകാരായിട്ട് ഈ കേരളത്തിൽ തന്നെ സമരങ്ങളിലൂടെ തോളോട് ചേർന്ന് നടക്കുന്ന ഈ പറയുന്ന ചെയ്യാൻ പാടില്ല എന്ന് രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന 2004 64 MP-മാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്, CPM-നും CPI-ക്കും ഫോർവേഡ് ബ്ലോക്കിനും RSP-ക്കും എല്ലാം കൂടി. ഇന്ന് എത്ര പേരുണ്ട്? CPM-ന് ലോക്സഭയിലുള്ളത് 3 MP-മാരാണ്. കോൺഗ്രസ് അസ്ഥിപഞ്ജരമായെങ്കിൽ CPM എന്തായി? അഭിലാഷ്, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഞങ്ങളൊരു വലിയ പാർട്ടിയാണെന്നോ എല്ലാ സംസ്ഥാനങ്ങളിലും ജനപ്രതിനിധികളുണ്ടെന്നോ അവകാശപ്പെടാത്ത പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങളുടെ MP-മാർ കുറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പുറത്തെ ആൾക്കാർ കാണിക്കുന്ന ഈ 7 വർഷത്തിനുള്ളിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന BJP ബാന്ധവത്തിൻ്റെ പേര് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടുന്നു. ഞാനത് എണ്ണി പറയുവാണ്. പിന്നെ മൻമോഹൻ സിംഗ് ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഈ 7 വർഷത്തിന് ശേഷം കോൺഗ്രസിനകത്ത് വന്ന മാറ്റമാണ് രാഹുൽ ഗാന്ധി ജയ്പൂരിൽ പറഞ്ഞത്. അതായത് UP ചെന്നാ പറഞ്ഞത് താങ്കളുടെ മുമ്പിലുണ്ടല്ലോ. ഇനി KV തോമസ് ആണല്ലോ സബ്ജക്റ്റ്. എന്നെ അതൊന്ന് പറയാനായിട്ട് ദയവായിട്ട് നിങ്ങൾ അനുവദിക്കൂ. KV തോമസ് സാർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളിപ്പോൾ വിചാരണ നടത്തി അദ്ദേഹത്തിന് അധികാരമൊക്കെ പറഞ്ഞു. ഞാൻ അതേ കാറ്റഗറിയിൽ നിന്ന് കുറച്ചുകൂടെ പാരമ്പര്യമുള്ള AK ആന്റണിയോട് ഉദ്ധരിച്ചു. AK ആന്റണി കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനപ്പെട്ട് ഞങ്ങളോട് വന്നിട്ടുണ്ട് കാലഘട്ടത്തിൽ. എന്നിട്ടും നിങ്ങളൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട ചാമക്കാലോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വാതിൽ തുറന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. KV തോമസിന് യാതൊരു ജനപ്രതിനിധിയുള്ളതും ഒരു വേസ്റ്റ് ആയെന്നും ഇപ്പൊ CPM പറഞ്ഞുകൊണ്ട് നിൽക്കുവാണെന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും വർഗീയതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മോദി സ്തുതിയുമായി KV തോമസ് എന്നൊരു ഹെഡ്ലൈൻ 2-3 വർഷം മുമ്പ് ദേശാഭിമാനിയിൽ കണ്ടിട്ടുണ്ട്. പോട്ടെ, ലീഡർ മരിച്ച അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്ന ദിവസം, അദ്ദേഹത്തിന്റെ ചിത തൃശ്ശൂരിൽ എരിയുന്ന സമയത്ത് KV തോമസ് മേരിക്കുണ്ടൊരു കുഞ്ഞാടെന്ന ദിലീപിന്റെ സിനിമ കാണാൻ സവിതാ തിയേറ്ററിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാറ് സഹിതം പണ്ട് ദേശാഭിമാനിയിൽ ഫോട്ടോ വന്നതും വായിച്ചതും ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നിട്ട് ഞങ്ങളാണോ KV തോമസ് മാഷിനെ അവഹേളിക്കുന്നത്? മാത്രമല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അല്ലല്ല പറയിപ്പിക്കാനേ എനിക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് KV തോമസിനെ മാത്രമല്ല, KV തോമസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുവോ മുന്നണി ചേരുവോ ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ ഏത് നേതാവിനെയും രാഷ്ട്രീയപരമായിട്ടോ ജനപിന്തുണയില്ലാത്ത രീതിയിലുള്ള നടപടികൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആശയപരമായ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിലുള്ള പിന്നെ എന്താ പറയുക പിറകോട്ട് സഞ്ചരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇവരെല്ലാം വിമർശിച്ചിട്ടുണ്ട്. എന്താ തർക്ക കാര്യത്തിൽ
ശരി. കെ വി തോമസിനെ എത്ര അതായത് നമ്മുടെ ഒപ്പം വിമർശിച്ചിട്ടുണ്ട്? നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അംഗീകാരമല്ലാത്തപ്പോൾ ഞങ്ങൾ വിമർശനം സ്ഥാനാർത്ഥി സ്വാഭാവിക നിർത്തിയില്ലേ? രാഷ്ട്രീയത്തിൽ അപ്പോൾ ഒറ്റ ഇതല്ല ഇടവേള, ഇത് കൂടുതൽ അതിക്രമിക്കാൻ പറ്റില്ല. ഒരൊറ്റ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ജോസ് കെ മാണി ഇതുപോലെ 1.5 കൊല്ലം മുമ്പ് മുന്നണി വിട്ടു പോയപ്പോൾ ഇതേപോലെ പരിഹസിച്ചു പുച്ഛിച്ചു. അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എത്ര കോൺഗ്രസ് നേതാക്കളാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന കെ പി അനിൽകുമാർ അടക്കത്തായി ഇടതുപക്ഷത്തെ കംഫർട്ടബിൾ ആണ് കെ വി തോമസ് പോയിരിക്കുന്നു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്. 2 കൊല്ലം കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലത്തീൻ കമ്മ്യൂണിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. തോമസ് മാഷിനെ അങ്ങ് എഴുതി തള്ളാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കെ വി തോമസ് മാഷ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജയശങ്കർ വക്കീലും പറഞ്ഞു, 84 അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമ്പോൾ സേവ്യർ അറക്കലിനെ മാറ്റിയിട്ടാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. 96 സേവ്യർ അറക്കൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതിൻ്റെ അർത്ഥം അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നല്ല. സേവ്യർ അറക്കൽ പരാജയപ്പെടുന്നത് CPM-ൻ്റെ ഇടതുപക്ഷ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. ആ ഒരു ഭൂകൃഷിയായിരുന്നു അവിടെ, അത് മനസ്സിലാക്കണം. എറണാകുളത്ത് ആ ഒരു ഭൂകൃഷി കൊണ്ട് അവിടെ അവസാനിച്ചു. കോൺഗ്രസിന് ഒരു ചലനവും കോൺഗ്രസിനെതിരായിട്ട് ഉണ്ടാക്കാൻ സേവ്യർ അറക്കൽ കഴിഞ്ഞിട്ടില്ല. ഇനി സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. സെബാസ്റ്റ്യൻ അതിനൊക്കെ സാഹചര്യം വേറെ ഉണ്ട്. അന്ന് കോൺഗ്രസിലെ തട്ടകമായ എറണാകുളത്താണ് സംഭവിച്ചത്. നിയമസഭയിലും ലോക്സഭയിലായിട്ടുണ്ട്. പരസ്യമായി ഇറങ്ങുന്ന ഒരു വിഭാഗം തന്നെ എതിർത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് താങ്കൾ ചോദിച്ചു പോയവരെല്ലാം കംഫർട്ടബിളാണ്. അഭിലാഷ്, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായിരുന്ന, AICC അംഗമായിരുന്ന, അസംബ്ലിയിൽ മത്സരിച്ചിട്ടുള്ള, പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുള്ള, നമ്മുടെ എന്താ പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫിലിപ്പോസ് തോമസ് പോയി. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പർ കൂടിയായിരുന്നു. അദ്ദേഹത്തിനോട് KSFE ചെയർമാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നിപ്പോൾ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഒരു പാർട്ടിയുടെ. ഒന്നുകിൽ അദ്ദേഹത്തെ അതാക്കാൻ പാടില്ലായിരുന്നു പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ല ആ പാർട്ടി ചെന്ന സ്ഥിതിക്ക്. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കണം. DCC പ്രസിഡൻ്റായിരുന്നു, AICC അംഗമായിരുന്നു, പാർലമെൻറ്റിലും അസംബ്ലിയിൽ മത്സരിച്ച അദ്ദേഹം ഇന്നൊരു വെറും ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇവിടെ നിന്ന് പോയ KP അനിൽകുമാർ ബ്രാഞ്ച് കമ്മിറ്റി പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം താങ്കൾ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ബ്രാഞ്ച് കമ്മിറ്റി പോലും ഇല്ല. പോയിട്ട് വന്ന ചെറിയ ഫിലിപ്പ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ പോയല്ലോ എൻ്റെ നാട്ടിൽ നിന്നാണ് ഒരു രതികുമാർ പോയി, KPCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെ ബ്രാഞ്ച് കമ്മിറ്റി പോലും വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സംഘടനാ ചുമതലയുണ്ടായിരുന്ന KP അനിൽകുമാറിന് ഇവിടെ എന്താ പറയുക, ഒഡേപാക്കിൻ്റെ എന്തോ ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് സംഘടനാപരമായ കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹത്തെ അടുപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ കംഫർട്ട് എന്ന് പറയുന്നത്? ഈ പോയിട്ടുള്ളവരുടെ അവസ്ഥ താങ്കൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും വേണ്ട, ഫിലിപ്പോസ് തോമസിൻ്റെ അവസ്ഥ മാത്രം എടുത്തു പോകും. ഒരു തവണ സീറ്റ് കൊടുത്ത് ജയിക്കാത്തതുകൊണ്ടല്ലേ? ആയിക്കോട്ടെ, പാർട്ടി സംഘടനാ സംവിധാനത്തിലാണ് ചോദിച്ചത്. ഇവിടെ എന്തായിരുന്നു, അവിടെ എന്താണ്? ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ 3 ഉള്ളൂ. മനസ്സിലാക്കണം. അത് താങ്കൾ ചോദിച്ചാൽ. പിന്നെ അതിനപ്പുറത്തേക്ക് ജയശങ്കർ വക്കീൽ ഭംഗീന്ദ്രേണ ശ്രീ രാഹുൽ ഗാന്ധിയൊക്കെ ആക്ഷേപിച്ചു. ഞാനൊന്നും മറുപടി പറയാൻ സമയം കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ പുറത്തെ ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒക്കെ നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലവർദ്ധനത്തിനായിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഒരു പാർട്ടിയുടെ നേതാവിനെ ആക്ഷേപിക്കുന്നതിനോട് ചോദിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അദ്ദേഹത്തിൻ്റെതായി മാത്രം അവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ റെജി ലൂക്കോസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും റെജി ലൂക്കോസ് ഇന്നൊരു 25 പ്രാവശ്യമെങ്കിലും KV തോമസ് സാർ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് സന്തോഷം തോന്നി. ഒരു ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അതെ ഇന്നെങ്കിലും ഒരു 25 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്. നാളെ സഖാവ് എന്ന് വിളിക്കാനുള്ളതാവാം. അതിൻ്റെ ട്രയലായിരിക്കും, ട്രാൻസ്ലേഷൻ പീരീഡ് ആകാം, ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ആയിക്കോട്ടെ, അതങ്ങനെ തീരുമാനിക്കട്ടെ. പക്ഷേ ഒന്നുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ എന്തെല്ലാം സ്നേഹമാണ്, എത്ര സ്നേഹമാണ്. അദ്ദേഹത്തിന് AK ആന്റണി പുച്ഛമാണ്. അങ്ങേക്ക് അറിയില്ല AK ആന്റണിയുടെ ചരിത്രം. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശരി. പിന്നെ അദ്ദേഹത്തിൻ്റെ താങ്കൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഹിന്ദുത്വവും ഹിന്ദുമതവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ സംബന്ധിച്ചൊക്കെ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് സമയം ചുരുക്കം പോലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സെക്യുലറിസത്തെക്കുറിച്ച് അവർ നമ്മളെ പഠിപ്പിക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ശരിയാണ്, കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നിട്ട് ഞങ്ങളങ്ങ് മാറി നില്ലും, നിങ്ങളങ്ങ് ഭരിച്ചോളാം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ ഇതെല്ലാം നയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാഷണൽ പൊളിറ്റിക്സിൽ നിങ്ങളുടെ പ്രസൻസ് കൂടി നിങ്ങളൊന്ന് ഓർക്കണ്ടേ? ശരിയാണ്, ഞങ്ങൾ വലിയ പാർട്ടിയായിരുന്നു, ഞങ്ങൾ മെലിഞ്ഞു, ഞങ്ങൾ വളരെ മെലിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾക്ക് 20% താഴെ വോട്ടേ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളൂ. 37% BJPക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് 20% താഴെ 19.46% വോട്ട്, 49% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര ശതമാനം എന്നറിയാമോ? 1.75%. നിങ്ങളുടെ മുമ്പിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഞാൻ പറയുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, BSP ഉണ്ട്, SP ഉണ്ട്, YSR കോൺഗ്രസ് ഉണ്ട്, ശിവസേന വരെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ പറയാൻ 3 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചതാ, നിഷേധിക്കാൻ കഴിയുമോ? ശരി. എന്നിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളൊക്കെ എല്ലാം നടത്തിക്കൊള്ളാമെന്ന്. ഞാൻ ഇതൊന്നും കൂടുതൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു. അല്ല, ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ KV തോമസ് ഞങ്ങളുടെ പാളയത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് സ്വീകരിച്ചോളൂ. ഞങ്ങൾ എന്തായാലും മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി വിടില്ല. നിങ്ങളെ സംബന്ധിച്ചോ? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന TP ചന്ദ്രശേഖരൻ നിങ്ങളെ നയവ്യതിയാനത്തിൻ്റെ പേരിൽ വിട്ടുപോയപ്പോൾ നിങ്ങളെന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തെ 51 വെട്ടി കൊന്നിട്ടുള്ള ചരിത്രമാണുള്ളത്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ജനാധിപത്യം പ്രളമ്പുന്നു.
കഷ്ടമുണ്ട്. ശരി. നിങ്ങൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. കേരളം അദ്ദേഹം കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. ശരി, ഞങ്ങളെ ഓക്കേ, ഒറ്റ മിനിറ്റ് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരാൾക്ക് പോകണമെങ്കിൽ പോകട്ടെ. പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം പോകാൻ, പൊക്കോട്ടെ. ശരി, തിരിച്ചൊരിക്കലും ഞങ്ങൾ കായികമായി ആക്രമിക്കില്ല. മറിച്ചോ അവരോട് പിണങ്ങി വന്നുള്ള ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥ തന്നെ ചോദിക്കൂ. ശരി, ഓക്കെ. വെട്ടി തുണ്ടമാക്കിയില്ലേ? എന്നിട്ട് വന്നിരുന്ന് പ്രഭാഷണം നടത്തുക ജനാധിപത്യത്തെ കുറിച്ച്. ശരി, ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഞാൻ വളരെ കൃത്യമായി ചോദിച്ചു, ഈ സംസ്ഥാനത്തെ മാധ്യമങ്ങളോടുള്ള നിലപാടെന്താ CPM-ന്റേത്? ശരി, അല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, അതിന് മറുപടി ആരും പറയുന്നില്ല. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, തോമസ് മാഷ് കോൺഗ്രസ് വിടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ സാമാന്യമായി ഊഹിക്കാം. കാരണം അദ്ദേഹം വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇടത് പാളയത്തിലേക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന്. പക്ഷേ ഇടത് പാളയത്തിലേക്ക് തോമസ് മാഷ് എത്തുകയാണെങ്കിൽ ഇനി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഞാൻ വിടുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ KV തോമസിനെ നമുക്ക് കാണാൻ കഴിയുമോ? ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലും ഗതികെട്ട് പരീക്ഷ മുന്നണിയാണ് LDF. അത് 2 വർഷം കൂടെ കഴിയണ്ടേ? 77 വയസ്സെന്നുള്ളത് 79 വയസ്സാവും. അത് അത്രയ്ക്ക് നല്ല പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. KV തോമസ് മത്സരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കുടുംബാംഗങ്ങളോ? മുഹമ്മദ് അലിയുടെ മകൾക്ക് ഇത്തവണ ആലുവയിൽ സീറ്റ് കൊടുത്ത പാർട്ടിയാണ് CPM. അതെ, ചിലപ്പോൾ നടക്കുമായിരിക്കും. 2 കൊല്ലത്തിനപ്പുറത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. ബഹുമാനപ്പെട്ട ചാമക്കാല പറഞ്ഞത് ഫിലിപ്പോസ് തോമസിൻ്റെ കാര്യം. ഫിലിപ്പോസ് തോമസ് നാട്ടിൽ എൻ്റെ അയൽവക്കത്തെ വീട്ടിലാണ്. 2 വീട് അങ്കപ്പുറത്താണ് ഫിലിപ്പോസ് തോമസിൻ്റെ വീട്. ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അതും കൂടെ നോക്കണ്ടേ? ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി എന്താ? ഞാൻ താമസിക്കുന്ന ജില്ല എന്താ പറ്റി? അവിടെ എന്താണ് കോൺഗ്രസ് അവിടെ പറ്റിയത്? എനിക്കറിയാം എന്താ സംഭവിച്ചെന്ന്. ഞങ്ങളുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ക്രിസ്ത്യാനികൾ 100% കോൺഗ്രസ്സുകാരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലേ അഭിലാഷേ, ഓരോ പള്ളി, മാരാമൺ മർത്തമ്മ പള്ളി, അവിടുത്തെ ഓർത്തഡോക്സ് പള്ളി, കുമ്പനാട്ടെ ഒരു മർത്തമ്മ പള്ളി, ആ പള്ളികളിലൊക്കെ ഒരു പ്രകടനം നടത്താൻ CPM-കാരുണ്ട് ചുവന്ന കൊടിയുമായിട്ട് വരാൻ. എന്താണ് അവിടെ മാറ്റം ഉണ്ടായത്? എന്താ മാറ്റം ഉണ്ടായത്? അതാകട്ടെ കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് അവിടെ. കോൺഗ്രസ് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിൽ നടത്തുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം. ഈ കഴിഞ്ഞ അവിടെ ഒരു തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് രൂപീകരിച്ച നാൾ മുതൽ അത് കോൺഗ്രസിൻ്റെ കുത്തകയാണ്. 100% കോൺഗ്രസിൻ്റെ കുത്തക. ഫിലിപ്പോസ് തോമസ് അംഗപ്പുറത്ത് ചെന്നതുകൊണ്ടാവാം ആ ഭരണം CPM പിടിച്ചു. അതിന് മുമ്പ് ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇലക്ഷൻ നടന്നിട്ടുണ്ട്. CPM ഒരിക്കലും ജയിച്ചിട്ടില്ല. അതെ, ഫിലിപ്പോസ് തോമസ് LDF പോയതിനു ശേഷം ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ അല്ലല്ല, അതെ, പിറ്റേ ദിവസം ജയിക്കണം എന്നില്ലല്ലോ. ഫിലിപ്പോസ് പിറ്റേ ദിവസം അദ്ദേഹം പോയതിനു ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിച്ചിട്ടുള്ള ആ ബാങ്കാണ് തിരിച്ച് പിടിച്ചത്. അത് ഫിലിപ്പോസ് തോമസിന്റെ കഴിവാണെങ്കിൽ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി കൊണ്ടുവരണ്ടേ? അല്ല, ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പറയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അറിവിൽ ഫിലിപ്പോസ് തോമസ് അത്ര അൺഹാപ്പിയൊന്നുമല്ല. അദ്ദേഹം വളരെ സന്തോഷത്തിലാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ കാണുന്നതാണ്, ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നമുക്കത് വിഷയമില്ല. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ കോൺഗ്രസ് CPM ഇങ്ങനെ ബലം പിടിച്ച് നിന്നാൽ ദേശീയ തലത്തിലെ സ്ഥിതിയാണ് എന്നെ ബാധിക്കുന്നത്. എനിക്കതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം, CPM-ൻ്റെ സ്ഥിതി എന്താണെന്നറിയാം. എന്തിനിങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ? എൻ്റെ ജ്യോതികുമാർ, ഒരു ആളെ പാർട്ടിയിൽ നിന്ന് തള്ളിവിടാനുള്ള ആരോഗ്യം കോൺഗ്രസിനില്ല. ഇപ്പം നേരത്തെ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? കേരള കോൺഗ്രസ് അന്ന് CP ജോൺ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞതാണ് 4 മണിക്കൂർ എനിക്ക് സമയം താ. അല്ല, അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ, ജ്യോതികുമാറെ പറയുന്നേ, CP ജോൺ പറഞ്ഞതാണ് 4 മണിക്കൂർ എനിക്ക് താ, ഞാൻ അവരെ പിടിച്ച് നിർത്താം. അവരെ പിടിച്ച് നിർത്തണ്ട എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അവരുടെ കോൺഗ്രസിൻ്റെ ധാരണ, കോൺഗ്രസിലെ ചില നേതാക്കളുടെ ധാരണ അറിയാമോ? ഈ CPI ഉണ്ടല്ലോ, CPI നേതാക്കന്മാർ കാനം അവിടെ ഉള്ളിടത്തോളം കാലം CPI-ക്കാരെ ഈ കേരള കോൺഗ്രസിൽ എടുക്കില്ലെന്നാണ് ധാരണ. അതുകൊണ്ട് കാനത്തിൻ്റെ ഫോട്ടോ ഒക്കെ വിളിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ഭിത്തിയെ വെക്കാൻ, കാനം ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയാൻ. പക്ഷേ CP ജോണിനോട് ഒരു നേതാവ് പറഞ്ഞു, എനിക്ക് 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കണം, രക്ഷയില്ല. വേറൊരു നേതാവ്, പ്രമുഖ നേതാവാണ്, ഈ തീരുമാനം എടുത്ത നേതാവാണ്, ബെന്നി ബെഹനാനാണോ? എനിക്ക് എറണാകുളത്ത് പോകണം. ബെന്നി ബെഹനാൻ പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് പോകണം, 3 മണിക്ക് എറണാകുളത്ത് എത്തണം. 4 മണിക്കൂർ CP ജോണിന് കൊടുത്തില്ല. ജോണിന് കൊടുത്തിരുന്നെങ്കിൽ ജോൺ എല്ലാം പറഞ്ഞ് വെച്ചിരുന്നതാണ്. അവരെ കൊണ്ട് എത്ര 3.5% വോട്ടാണ് മാറിയതേ. 3.5% വോട്ട് അങ്ങോട്ട് മാറി. കേരള കോൺഗ്രസ് അങ്ങോട്ട് പോയതുകൊണ്ട്. കേരള കോൺഗ്രസ് പോയിട്ട് വേണം അവിടെ KC ജോസഫിനും ജോസഫ് വാഴയ്ക്കിനും ഒക്കെ സീറ്റ് കിട്ടി. പക്ഷേ എവിടെ ഫലം?
ഒരാളെ പോലും കളയാനുള്ള ആരോഗ്യം കോൺഗ്രസിന് ഇല്ല ജ്യോതികുമാർ. ഇല്ലെങ്കിൽ താങ്കൾ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തന്നെ ഒരു സജഷൻ പറയൂ. എന്താണ് കെ.വി. തോമസിന്റെ കാര്യത്തിൽ ഞങ്ങൾ എടുക്കേണ്ടിയിരുന്ന തീരുമാനം? താങ്കളൊന്ന് പറയും. കെ.വി. തോമസിന്റെ കാര്യത്തിൽ ഞങ്ങൾ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം എന്തായിരുന്നു? ഞാൻ CPM-ന്റെ തീരുമാനത്തെ കുറിച്ച് പറയാം. അല്ല, CPM എനിക്കറിയണ്ട. ഞാൻ ചോദിച്ചത് താങ്കൾ ഇത് പറയില്ല. അരി എത്ര പറഞ്ഞത് ഞാൻ അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞത് കോൺഗ്രസ് ഒരാളെ പോലും കളയാനുള്ള ആരോഗ്യമില്ല. ഞങ്ങൾ നന്നായിട്ട് അറിയാം. കെ.വി. തോമസിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയായിരുന്നു ചെയ്യേണ്ടത്? വിട്ടുവീഴ്ചയോ? എന്ത് വിട്ടുവീഴ്ചയായിരുന്നു ചെയ്യേണ്ടത്? എന്തിനാണ് നിങ്ങൾ വഴക്കുണ്ടാക്കിയത്? എന്ത് വിട്ടുവീഴ്ച? ആര് വഴക്ക്? എന്ത് വഴക്ക്? മൈൻഡ് ആക്കണ്ടായിരുന്നു. അദ്ദേഹം പോയി സെമിനാറിലോ സിമ്പോസിയത്തിലോ എവിടെ ജ്യോതികുമാർ, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പ്രസംഗം നടത്തിയാൽ ലോകം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യം. അത് തന്നെയാണ് എന്റെ ഉത്തരം. അത് തന്നെയാണ് എന്റെ ഉത്തരം. അതിന് ഉത്തരം അറിയോ? കെ.വി. തോമസ് പാർട്ടിക്ക് അതീതനല്ല. കെ.വി. തോമസ് എന്നല്ല, ആരും പാർട്ടിക്ക് അതീതനല്ല. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ എല്ലാവരെയും അടക്കി വെച്ചു. അവകാശമുണ്ട്. അതിനകത്ത് ആരും കൈയെടുത്തണ്ട. അത്തരം കാര്യങ്ങൾ ജനാധിപത്യമായി തീരുമാനിക്കാനുള്ള ബോഡിയുണ്ട്. ആ ബോഡിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് AICC അംഗീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ആരും കൈയെടുത്തണ്ട. ഞാൻ ബാക്കിയോട് പറയാം. ആരും കൈയെടുത്തണ്ട, എല്ലാവരും പൊക്കോട്ടെ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ കുറെ നേതാക്കം വരുന്നോളാം. ഞാൻ താങ്കളോട് താങ്കളെ സംബന്ധിച്ച് ഞാൻ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ടതുമായിട്ടൊരു ചോദ്യം ചോദിച്ചു. താങ്കൾ ഇപ്പോഴും അതിൽ പിടിയിരുന്നില്ല. CPM-നെ സംബന്ധിച്ച് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് ചെയ്യുന്നത് ശരിയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് ചെയ്യുന്നത് അത് രാഷ്ട്രീയമല്ലേ? അത് രാഷ്ട്രീയമാണ്. അത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ശരിയാണോ തെറ്റാണോ? ശരിയല്ല. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. നമുക്ക് ഇനി അവസാനത്തെ 2.5 മിനിറ്റാണ് ബാക്കി. അഡ്വക്കേറ്റ് ജയശങ്കർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രവണത രാജ്യവ്യാപകമായുണ്ട്. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയിട്ടുണ്ട്. കേരളം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാപരമായി അങ്ങനെ അനാരോഗ്യമുള്ള സംസ്ഥാനമല്ല. പക്ഷേ ഇവിടെ നിന്ന് നേതാക്കൾ പോകുന്നത്, നേതൃത്വം മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണോ? പല നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിട്ടു പോവുകയുണ്ടായി. ഇവിടെ കെ.വി. തോമസിനെ പോലെയുള്ള ഒരാളെ കുറച്ചുകൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കാതിരുന്നത് ശരിയായിട്ടുണ്ടോ? അത് ഒരു സങ്കീർണമായ ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ പാർട്ടി വിട്ടുപോയ ആളുകളൊന്നും വലിയ ജനസ്വാധീനമുള്ളവരല്ല. ജോസ് കെ മാണി പോയത്, അദ്ദേഹം പോയി ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ലളിതമായിട്ടുള്ളൊരു പോക്കല്ല പോയത്. അദ്ദേഹം പോയത് കേരളത്തിലെ കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെ വ്യക്തമായ അറിവോടും ധാരണയോടും കൂടിയിട്ടാണ്. അത് ഒരു സമുദായത്തെ അങ്ങനെ ഇടതുപക്ഷ പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് കുറേ കൂടി സങ്കീർണമായ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ ക്രൈസ്തവർക്കിടയിൽ വളർന്നു വരുന്ന മുസ്ലിം വിരുദ്ധ വികാരം, അത് ചില വൈദികന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ ചേർന്ന് വലിയ തോതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അത് ആളിക്കത്തിക്കുകയും അങ്ങനെ ആ ഒരു സമുദായത്തെ പൂർണ്ണമായിട്ടും ചേരി മാറ്റുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. ജോസ് കെ മാണി ആത്മപ്രചോദിതനായിട്ട് പോയതല്ല, CP ജോണല്ല, ദൈവം തമ്പുരാൻ നേരിട്ട്, കർത്താവ് ഈശോ മിശിഹ നേരിട്ട് വന്ന് ശ്രമിച്ചാലും ജോസ് കെ മാണി പോകുമായിരുന്നു. കാരണം ജോസ് കെ മാണിയുടെ പുറകിൽ ബിഷപ്പുമാരും മെത്രാന്മാരാണ്. ബിഷപ്പുമാർ പറഞ്ഞ അതിനപ്പുറത്ത് ജോസ് കെ മാണിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം പോയതാണ്. അത് വേറെ വിഷയമാണ്. ഇവിടെ ഈ കെ.വി. തോമസ് മാഷ് പോകുന്നത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇപ്പോൾ പല ആളുകളും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഇവരൊക്കെ ഭരണം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടുന്ന വിചാരിച്ചിരുന്നു കുറേ ആളുകൾ. ഭരണവുമില്ല, സംഘടനാ രംഗത്ത് ഒരു സ്ഥാനവുമില്ല എന്ന് വന്നപ്പോൾ വിട്ടുപോയി. അതിലിപ്പോൾ തെറ്റ് പറയാൻ പറ്റുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ വള്ളം മുങ്ങാൻ പോകുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് ചാടില്ലേ, അങ്ങനെ ചാടുന്നു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് അതുകൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടി ദുർബലമാകും എന്നോ UDF സംവിധാനം ശിഥിലമാകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് വേറെ വിഷയമാണ്. കോൺഗ്രസ് പാർട്ടി അങ്ങനെ അത്ര വലിയ തകർച്ചയിലാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ജ്യോതികുമാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാനല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ തോമസ് മാഷ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വൃത്തങ്ങളിൽ പറഞ്ഞൊരു അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായമില്ല, വേണുഗോപാലിനെ കുറിച്ചുമില്ല, കൊടിക്കുന്നിലിനെ കുറിച്ചുമില്ല. പക്ഷേ ഇങ്ങനൊരു സംസാരം ഇങ്ങനെ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ സുഹൃത്ത് റെജി ലൂക്കോസ് തോമസ് സാർ എന്ന് പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു കുളിർമയുണ്ടായി. കാരണം ഈ കെ.വി. തോമസിനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് എറണാകുളത്ത് CPM-കാർ പ്രചരിപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അവിഹിത സമ്പാദ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്തിയതിൻ്റെ പടമെടുത്തിട്ട് നീയല്ല ഇദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന രീതിയിൽ വരെ ആക്ഷേപമുണ്ടായി. അത് നാട്ടിലെമ്പാടും CPM-കാർ ഒട്ടിച്ചു വെച്ചു. ഈ പടം ഗുരുവായൂർ തുലാഭാര തട്ടിൽ തോമസ് മാഷ് ഇരിക്കുന്നു. സംശയം തോമസ് മാഷോട് തന്നെ ചോദിച്ചോളൂ, ഞാൻ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയുന്നതല്ല.
അതൊക്കെ വളരെ നീചമായ ഒരു രാഷ്ട്രീയമാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്ന ശ്രീ ഇ കെ നായനാർ ഈ ജോർജ് ഈഡൻ മരിച്ചതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ, എം ഒ ജോണും അതുപോലെ നമ്മുടെ സെബാസ്റ്റ്യൻ പോളുമായിട്ട് അന്ന് ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ വന്ന് നടത്തിയൊരു വലിയ പ്രസംഗമുണ്ട്. ഒന്നിച്ചില്ലാൻ മണിക്കൂർ അദ്ദേഹം പ്രസംഗം. ആ പ്രസംഗത്തിൽ കെ വി തോമസ് ഇസ്രായേലിൻ്റെ ഒരു ആളാണ് എന്ന രീതിയിൽ വല്ലാതെ പ്രൊജക്ട്. തീർച്ചയായിട്ടും ആ പ്രചരണം കുറെ കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. അതെ അതെ, എനിക്ക് സമയം കഴിഞ്ഞു ശ്രീ ജയശങ്കർ. എന്തായാലും തോമസ് മാഷ് എന്ത് ചെയ്യും എന്നുള്ളത് തോമസ് മാഷ് തീരുമാനിക്കും. ഏരിയൽ ഷാരോണിനെ സംബന്ധിച്ച് എനിക്കൊന്നൊരു കഥകളി തലയോ എന്തോ ഒരു ഉപഹാരം കൊടുത്തിരുന്നു അദ്ദേഹം. അതൊക്കെ വെച്ചിട്ടുള്ള പ്രചരണമൊക്കെ ഓർക്കുന്നുണ്ട്. എന്തായാലും തോമസ് മാഷ് എന്ത് ചെയ്യുന്നുള്ളത് തോമസ് മാഷ് തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. ഇടവേളയ്ക്ക് ശേഷം 5 വാർത്ത.